ശ്രീ ജിൻഡോ, ഇവിടെ 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 എന്താണ് ഇവിടെ കേരളത്തിന്റെ പൊതുമരാമത്ത് മന്ത്രിയുണ്ട്. പൊതുമരാമത്ത് മന്ത്രിയുടെ പേര് PA മുഹമ്മദ് റിയാസ് എന്നാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകളെ വിവാഹം കഴിച്ചു കോഴ്സ് ഓഫ് ദ ജീവിതത്തിൽ. അതിനു മുമ്പ് 8ാം ക്ലാസ് മുതൽ അദ്ദേഹം SFI പ്രവർത്തനം തുടങ്ങിയതാണ്. പല സമരങ്ങളിൽ പങ്കെടുത്തതാണ്. പല സമരങ്ങളിൽ തലപൊട്ടി ആശുപത്രിയിൽ കിടന്നതാണ്. ഈ ആദ്യ സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് 4 ദിവസം ജയിലിൽ കിടന്നു വന്ന മന്ത്രിയാണ്. രാഷ്ട്രീയമായി നല്ല പക്വതയിൽ രാഷ്ട്രീയം അടിത്തട്ടിൽ നയിച്ചു വളർന്നു വന്ന കേരളത്തിന്റെ രാഷ്ട്രീയക്കാരനാണ്. ആ രാഷ്ട്രീയക്കാരനെ മരുമോൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ കൂടി ശക്തമായി എതിർക്കണം ജിൻഡോ. അവിടെ അതിൽ മറ്റു രാഷ്ട്രീയം കാണരുത്. ഇത് തെറ്റായ രാഷ്ട്രീയമാണെന്നും നിലവാരം കുറഞ്ഞ രാഷ്ട്രീയമാണെന്നും ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞുകൂടാത്ത വാക്കാണെന്നും ശക്തമായി തന്നെ നിങ്ങളും പറയണം ജിൻഡോ. അല്ല ഹാഷ്മി, ഇന്നിപ്പോ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൃത്യമായിട്ട് അക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. അക്കാര്യത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ, രാഷ്ട്രീയ വിയോജിപ്പുകൾ ഉള്ളപ്പോൾ തന്നെ ഇന്ന് നടന്ന ഉദ്ഘാടന പരിപാടി, ആ ഉദ്ഘാടന പരിപാടി തന്നെ ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്, തട്ടിപ്പാണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ പോലും അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അവിടെ സംസ്ഥാനത്തെ PWD വകുപ്പിന്റെ മന്ത്രിയെ ക്ഷണിക്കാതിരുന്നതും അവഹേളിച്ചതും തെറ്റായ രാഷ്ട്രീയ നടപടിയാണ് എന്ന് കൃത്യമായി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ എടുക്കുന്ന പോലത്തെ ഇത്ര പ്രതിപക്ഷ ബഹുമാനമുള്ള രാഷ്ട്രീയ മര്യാദയൊന്നും ഞങ്ങളോട് ഇവരാരും സ്വീകരിക്കാറില്ലെങ്കിലും കൃത്യമായ നിലപാടെടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ മാത്രമല്ല, കുറച്ചു കാലം മുമ്പ് ഒരു നോർത്ത് ഇന്ത്യൻ ഒരു വ്ളോഗർ കേരളത്തിൽ ടൂറിസം പ്രൊമോഷൻ വരികയും പിന്നീട് കുറേ കാലത്തിന് ശേഷം അവർ രാജ്യദ്രോഹ കുറ്റത്തിന് ചാരക്കേസിന് അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തപ്പോൾ മുഹമ്മദ് റിയാസിനെ വട്ടം വിട്ട് ഇവർ ആക്രമിക്കാൻ നോക്കിയപ്പോൾ ഞങ്ങൾ കൃത്യമായി പറഞ്ഞു, മുഹമ്മദ് റിയാസ് ഒരു ചാരവനിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ ഒരിക്കലും കേരളത്തിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളത് ഞങ്ങളുടെ രാഷ്ട്രീയ ബോധ്യമാണ്. അക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരും BJPയും എടുക്കുന്ന ദുഷ്ടലാക്കിനെ കൃത്യമായി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാൻ ഒരു മടിയും ഞങ്ങൾക്കില്ല. ഇവിടെ ഒരു കാര്യം ചോദിക്കട്ടെ, NHന്റെ പണി പൂർത്തീകരിക്കപ്പെട്ടു. കഴിഞ്ഞ ജൂണിലെ മഴയിൽ 150-ലധികം സ്ഥലത്ത് പൊട്ടി തകർന്നു പോയ NHന്റെ ഉദ്ഘാടനമല്ലേ ഇവർ നടത്തിയത്? അതെല്ലാം ശരിയായോ? ശരിയായില്ല. അപ്പോൾ ഓരോ റീച്ച് ഒരു ഉദ്ഘാടനം നടത്തുക. ഇനി അത് മാത്രമല്ല, ഇവിടെ ജിതിൻ ദേവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ രാജീവ് ചന്ദ്രശേഖർ അർഹതപ്പെട്ട മനുഷ്യനാണെന്ന്. ഞാൻ ചോദിക്കട്ടെ, രാജീവ് ചന്ദ്രശേഖരനും ഒരു മരുമോനാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വരവും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പരിശോധിക്കേണ്ട. ഇന്ന് നടന്ന രാഷ്ട്രീയം രാജീവ് ചന്ദ്രശേഖർ മരുമോൻ എന്ന് പറയുന്നത് കാരണം നമ്മളും അല്ല നിങ്ങളും പറയാണ് അതും ഒരു മരുമോനാണ്, ആ മരുമോൻ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം? ശ്രീ ജിൻഡോ, ഏത് പ്രകോപനത്തിനും അത് പറയാൻ പാടില്ല. അല്ല ഹാഷ്മി, എല്ലാവരും കല്യാണം കഴിക്കുന്ന എല്ലാവരും ആരുടെയെങ്കിലും ഒക്കെ മരുമോന്മാരായിരിക്കുമല്ലോ, മരുമോന്മാരായിരിക്കും. അപ്പൊ അതാ ഞാൻ പറയട്ടെ, ഞാൻ വ്യക്തമാക്കി. ഞാൻ പറഞ്ഞ വാക്ക് എന്താണ്? ജിതിൻ ദേവിന്റെ ആരെങ്കിലും ഞാൻ എന്തായാലും ഒരാളുടെ മരുമോനാണ്. അപ്പോൾ അങ്ങനെ ഓരോരുത്തരും വിവാഹം കഴിച്ചാൽ എല്ലാവരും ആരെങ്കിലും ഒക്കെ മരുമോനായിരിക്കുമല്ലോ. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്. അപ്പോൾ മുഹമ്മദ് റിയാസിനെ ഇന്നത്തെ വേദിയിൽ പങ്കെടുപ്പിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ മരുമോനായതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഒരു രാഷ്ട്രീയ മര്യാദയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെ പ്രത്യേക പ്രിവിലേജ് കിട്ടിയ രാജീവ് ചന്ദ്രശേഖരും ആ രീതിയിൽ പരിശോധിച്ചാൽ മറ്റാരുടെയെങ്കിലും ഒക്കെ മരുമോനായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചാൽ മതിയോ? രാജീവ് ചന്ദ്രശേഖരൻ എന്താണ് ഇവിടെ പ്രിവിലേജ്? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ലേ? അല്ലെങ്കിൽ കേരളത്തിലെ KPCCയുടെ പ്രസിഡന്റും CPMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അവർ വിളിച്ചിരുന്ന വേദിയിലേക്ക്. ഇനി അതിനപ്പുറത്ത് അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നപ്പോൾ ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് എങ്കിൽ നിങ്ങൾ കൊച്ചി മെട്രോ ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉമ്മൻചാണ്ടിയെ നിങ്ങൾ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് വിളിച്ചിരുന്നോ? അവിടെ യാതൊരു ഇടപെടലും നടത്താത്ത കുമ്മനം രാജശേഖരനല്ലേ ആദ്യത്തെ യാത്രയിൽ പങ്കെടുത്തത്? കുമ്മനടി എന്നുള്ള വാക്ക് തന്നെ സംഭാവന ചെയ്തത്. അപ്പൊ നിങ്ങളുടെ നിലപാട് എന്താ? നിങ്ങൾക്ക് ഇതിൽ രാഷ്ട്രീയ ലാക്കാണ്. അപ്പൊ നിങ്ങൾ അത് ചോദിക്കുന്ന ആളുകളെ ആക്ഷേപിക്കാൻ പാടില്ല. ഇവിടെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം റോഡ് പൊളിഞ്ഞു പോയപ്പോൾ അത് കേന്ദ്രത്തിന്റെയാണ്, ആ മുതൽ ഇച്ഛ വരെ കേന്ദ്രത്തിന്റെയാണെന്ന് പറഞ്ഞ പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിരന്തരം അവലോകനം ചെയ്തതാണ് എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു, റീൽസ് എടുത്തു. അക്കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടൊരു രാഷ്ട്രീയ അഭിപ്രായമുണ്ട്. പക്ഷേ ഇന്ന് സംസ്ഥാനത്ത് ഒരു സർക്കാർ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന് അത് ഉദ്ഘാടനം ചെയ്യുകയും അവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വേദി അലങ്കരിക്കുകയും സംസ്ഥാനത്തെ പൊതുമരാമത്ത് മന്ത്രിക്ക് ഈ വേദിയിൽ ഇടം കിട്ടാതിരിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ മര്യാദയുടെ ഭാഗമല്ല. അതിനപ്പുറത്ത് പറഞ്ഞാൽ ഇതൊക്കെ ആ റീച്ചിൽ MP-മാരില്ലേ? ആ MP-മാർ പണിയെടുത്തിട്ടില്ലേ? ഇപ്പൊ രാജ്മോഹൻ ഉണ്ണിത്താൻ MP-യുടെ പേര് ആ ശിലാഫലകത്തിലുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്താ ഒരു വിലയുമില്ലേ? ഈ കേരളത്തിൽ MP-മാർക്ക് എന്താ ഒരു വിലയുമില്ലേ? അല്ല ഇവിടെ MP-മാര് MLA-മാര് അല്ലെങ്കിൽ സംസ്ഥാന മന്ത്രിമാര് എന്നുള്ളതല്ല. ഇത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മോദിയെ കൊണ്ടുവന്നിട്ടുള്ള ഒരു കെട്ടുകാഴ്ചയാണ്. അതിനപ്പുറത്ത് എന്താണ്? ഇപ്പൊ കുറെ ആളുകൾ പറഞ്ഞ എയിംസ് പ്രഖ്യാപിക്കും, വേറെ എന്തൊക്കെയോ പദ്ധതികൾ പ്രഖ്യാപിക്കുമെന്നാണ്. കേരളത്തിലെ BJP നേതൃത്വത്തെ നാണം കെടുത്തിയിട്ടാണ് ഇന്ന് മോദി പോയിട്ടുള്ളത്. എന്താണ് പ്രഖ്യാപനം?
എന്താണ് പ്രഖ്യാപനം? പതിപോലെ കുറെ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അങ്ങ് പോയി നല്ലത്. ഇന്ന് നരേന്ദ്രമോദി വന്നതുകൊണ്ട് കേരളത്തിൽ എന്ത് ഗുണമുണ്ടായി? ഇപ്പോൾ നമ്മൾ തെക്കുന്ന വടക്കോട്ട് യാത്ര ചെയ്താൽ എത്ര സ്ഥലത്താണ് ഇപ്പോഴും പണി നടക്കുന്നത്, എത്ര സ്ഥലത്താണ് ബ്ലോക്ക് ഉള്ളത്, എത്ര സ്ഥലത്താണ് പൊട്ടിപ്പൊളിഞ്ഞു പോയിട്ടുള്ളത്. ഈ പൊട്ടി തകർന്ന് ഇപ്പോഴും പൂർത്തിയാകാത്ത റോഡിന്റെ ഉദ്ഘാടനം നടത്താൻ പ്രധാനമന്ത്രി വരുന്നു, അവിടെ ഇത്തരം രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നു. ഞാനിവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ഒന്ന്, ഇന്നത്തെ ദിവസം ഇതിന്റെ എല്ലാ പൊളിറ്റിക്കൽ ഗെയിനും കിട്ടിയിട്ടുള്ള ആളുടെ പേര് മുഹമ്മദ് റിയാസ് എന്ന. ഇത്രയും ദിവസം പല കാര്യത്തിൽ ആക്ഷേപത്തിൽപ്പെട്ട് അദ്ദേഹം പൊതുമധ്യത്തിൽ അത്രത്തോളം ശ്രദ്ധേയമായ നിലവാരത്തിലൊന്നും അല്ലായിരുന്നു. ആ സമയത്ത് മുഹമ്മദ് റിയാസിന് ഇന്നൊരു ഹീറോ പരിവേഷം കൊടുക്കാൻ BJP നടത്തിയ ഒത്തുകളിയാണോ എന്ന് പോലും സംശയിക്കണം. എത്രത്തോളം ആക്ഷേപമാണ്. അദ്ദേഹത്തോട് രാഷ്ട്രീയമായിട്ട് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. നിങ്ങൾ ഇവിടെ ഇന്ന് ചെയ്തിട്ടുള്ളത് മുഴുവൻ അത് ചില ഒത്തുകളിയുടെ ഭാഗമാണെന്ന് സംശയിക്കപ്പെടേണ്ട രീതിയിലുള്ള ആക്ഷേപമാണ്. ആ ആക്ഷേപത്തെ തുടർന്ന് മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് ശരികൾ ഉണ്ട് എന്ന് പറയാനായിട്ട് ആളുകൾ വരുന്ന സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു. അതിനപ്പുറത്ത് BJP ഇന്ന് നടത്തിയ പരിപാടി കൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.